ഹലോ കൂട്ടുകാരെ, PYQ സീരീസിലെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതൊരു കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. Anita purchased a new building for her business. Being in prime location, she decided to make some more money by putting up an advertisement sign for a rental ad income on the roof of the building. From a point P on the ground level, the angle of elevation of the roof of the building is 30 degree and the angle of elevation of the top of the signboard is 45 degree. The point P is at a distance of 24 meter from the base of the building. On the basis of the above information, answer the following questions. Find the height of the building without the signboard. അതിലൊരു ഓർ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. Find the height of the building with the signboard. Find the height of the signboard. Find the distance of the point P from the top of the signboard. Applications of trigonometry എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഒരു ഓർ ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം സോൾവ് ചെയ്താൽ മതിയാവും. പക്ഷെ നമുക്ക് ഇവിടെ രണ്ടും സോൾവ് ചെയ്യാം. ഗ്രൗണ്ട് ലെവലിലെ ഒരു പോയിന്റ് പിയിൽ നിന്നും the angle of elevation of the roof of the building is 30 degree and the angle of elevation of the top of the signboard is 45 degree. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് പോയിന്റ് പിയിൽ നിന്ന് ബിൽഡിങ്ങിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് 24 മീറ്റർ. നമുക്ക് തന്നിട്ടുള്ള മെഷർമെന്റ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് വിത്തൗട്ട് ദ സൈൻ ബോർഡ്. ഈ പോയിന്റ്സ് ABC എന്ന് മാർക്ക് ചെയ്യാം. ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. AB ആയിരിക്കും ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. ലെറ്റ് AB be the height of the building. Therefore, tan 30 degree equals to AB by AP equals to ABയുടെ ലെങ്ത് നമുക്കറിയില്ല, AB എന്ന് തന്നെ എഴുതാം. AP is 24 meter. Tan 30 degree is 1/√3 equals to AB by 24. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 1 into 24 is 24 equals to √3 into AB. AB equals to 24 by √3 equals to 24 by √3യുടെ വാല്യൂ 1.732 ആണ്. അത് നമുക്ക് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1.732 equals to 13.85 meter. So, height of the building without the signboard equals to 13.85 meter equals to 14 meter approx. നമ്മുടെ കാൽക്കുലേഷനൊക്കെ ഈസി ആവാനായിട്ട് നമുക്കിത് 14 മീറ്റർ അപ്രോക്സിമേറ്റ്ലി എടുത്താൽ മതി. മനസ്സിലായല്ലോ? ഇതിലൊരു ഓർ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടല്ലോ, അത് നോക്കാം നമുക്ക്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് വിത്ത് ദ സൈൻ ബോർഡ്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇവിടെ പോയിന്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ABC. Let AC be the height of the building with the signboard. Therefore, in triangle APC, tan 45 degree equals to AC by AP equals to ACയുടെ ലെങ്ത് നമുക്ക് അറിയില്ല, അപ്പോൾ AC എന്ന് തന്നെ എഴുതാം. by AP is 24 meter. Tan 45 degree is 1 equals to AC by 24. Cross multiplication ചെയ്യാം. AC equals to 24 into 1 is 24 meter. So, height of the building with signboard equals to 24 meter. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ സൈൻ ബോർഡ്. സൈൻ ബോർഡിന്റെ ഹൈറ്റ് ആണ് നോക്കേണ്ടത്. നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ABC. Let BC be the height of signboard. BC equals to AC minus AB. കഴിഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻസിലായിട്ട് നമ്മൾ കണ്ടുപിടിച്ചത് ABയും ACയും ആയിരുന്നു. AC equals to 24 meter. AB equals to 14 meter. Therefore, BC equals to 24 minus 14 equals to 10 meter. So, height of the signboard equals to 10 meter. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് P ഫ്രം ദ ടോപ്പ് ഓഫ് ദ സൈൻ ബോർഡ്. നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ABC. സൈൻ ബോർഡിന്റെ ടോപ്പിൽ നിന്ന് പിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് PC. ലെറ്റ് PC be the distance of the point P from the top of the signboard. In triangle APC, cos 45 degree equals to AP by PC equals to AP is 24 meter by PCയുടെ മെഷർമെന്റ് നമുക്കറിയില്ല, PC എന്ന് തന്നെ എഴുതാം. cos 45 degree is 1/√2 equals to 24 by PC. Cross multiplication ചെയ്യാം. 1 into PC is PC equals to 24 into √2 is 24 √2. Therefore,
distance of the point P from the top of the signboard equals to 24√2 meter. മനസ്സിലായല്ലോ? PYQ സീരീസിലെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നാളെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.